ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പറപ്പുക്കര ഫൊറോന ഇടവകയുടെ തിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസ് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. Attention! Standard teeth. Band ready. Guard of honor, band general salute. Band by left, cue march. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളുടെ തുടക്കമായി അതിനൊരുക്കമായിട്ടുള്ള ഓഫീസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ നമുക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൈകൾ അടിച്ചുകൊണ്ട് സ്വീകരിക്കാം. ബഹുമാനപ്പെട്ട വികാരി ജോയ് പെരപ്പടനത്തിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ നമ്മുടെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഡോക്ടർ. നമുക്ക് വളരെ വേഗത്തിൽ യോഗ നടപടികൾ ആരംഭിക്കാം. എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാൻ. കുറച്ചുകൂടി ചെയറുകളുടെ ഫ്രണ്ടിലുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരും ക്ഷണിക്കുന്നു. യോഗ പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി പ്രാർത്ഥന. ബഹുമാനപ്പെട്ട പള്ളി ട്രസ്റ്റി ശ്രീ നിജോഷ് അക്കരക്കാരന്റെ പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു. നമ്മുടെ കൺവീനറായിരിക്കുന്നത് പള്ളി ട്രസ്റ്റിയും കൂടിയായ ബിജു പല്ലിശ്ശേരിയാണ്. ഇന്ന് ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ബിജു പല്ലിശ്ശേരിയെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ, മുഖ്യാതിഥിയായിട്ടിരിക്കുന്ന ബോച്ചയെയും അധ്യക്ഷ പദവിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വികാരി അച്ഛനെയും അസിസ്റ്റന്റ് വികാരി നമ്മുടെ ക്ലിൻറ്റൺ പെരിഞ്ചേരിയെയും ട്രസ്റ്റിമാരായ യോഹന്നാൻ മടക്കേത്തല, നിജോഷ് അക്കരക്കാരൻ, നമ്മുടെ സെക്രട്ടറിയായ വർഗീസ് ആലപ്പാട്ട്, മറ്റു എല്ലാ ഇടവകകളും കമ്മിറ്റി അംഗങ്ങളും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ 1624 വർഷത്തോളം ചരിത്ര പാരമ്പര്യമുള്ള വിശുദ്ധ ജോൺ നെബുംസ്യാനോസിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള
ആഘോഷ പരിപാടികളുടെ തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത്. അതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബോച്ചയെ നമ്മുടെ ഈ ഇടവകയിലേക്ക്, നമ്മുടെ ഈ ലോനാമുത്തപ്പൻ്റെ മണ്ണിലേക്ക് ആദ്യമായി തന്നെ ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. ബോച്ചയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഈ അവസാനത്തെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് വളരെയധികം എനിക്ക് ആശ്ചര്യപ്പെട്ടൊരു കാര്യമാണ്. ഒരു വീട്ടമ്മയുടെ മാല 2 കള്ളന്മാർ പൊട്ടിച്ചു കൊണ്ടുപോയി ആളുടെ ആരോഗ്യത്തിന്, അതായത് ഈ വീട്ടമ്മ മരണം സംഭവിക്കാവുന്ന ഒരു സംഭവമായിരുന്നു. വളരെ ബുദ്ധിമുട്ടി ആ അമ്മ ചെറുത്ത് നിൽക്കുന്നതും അവർ മാല മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. 6.5 പവൻ്റെ മാലയാണ്. ഈ 6.5 പവൻ്റെ മാല കൊണ്ടുപോയത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ചിന്തിച്ചത് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചേ, ഈ 6.5 പവനൊക്കെ ഇട്ട് നടക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതെൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. പക്ഷേ ബോച്ച എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 7 പവൻ്റെ മാല ആ വീട്ടമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കുക. അതായത് വിഷമിക്കരുത്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആള് ചെയ്തതാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ വിഷമത്തിൽ പുറമെ നിന്ന് പങ്കെടുക്കലുള്ളൂ. അത് നേരിട്ട് അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായ ശക്തി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം സമ്പാദിക്കുന്ന പണത്തിൽ നിന്നുമാണ് ആൾ കൂടുതലും ചാരിറ്റി ചെയ്യുന്നത്. നമ്മളൊക്കെ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള പൈസ വാങ്ങിച്ച് കൈക്കാരന്മാർ, കമ്പറ്റിക്കാരൊക്കെയാണ് ചാരിറ്റി ചെയ്യാറ്. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് വളരെയധികം അശരണർക്കും പാവപ്പെട്ടവർക്കും വീട് വെച്ച് കൊടുക്കാനൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മാതൃകപരമായ ജീവിതമാണ് നയിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന ഇതിനു വേണ്ടി മുൻകൈയെടുത്ത് 1 കോടി രൂപ അദ്ദേഹം അതിന് ചാരിറ്റിക്ക് വേണ്ടി എടുത്ത് ബാക്കിയുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ വളരെ തിരക്കാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ആൾക്ക് ലോനാമുത്തപ്പനെ കാണണം, ലോനാമുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളെ ഇതിനുവേണ്ടി സഹായിച്ചത് നമ്മുടെ മുത്തർത്തിക്കര പഴയ ഇടവക്കാരനായ തോമസ് ആണ്. തോമസിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ രാത്രി 11:30 നേരത്താണ് ഈ ബോച്ചയെ വിളിക്കുകയും ആ നേരത്തെ ഒരു കോൺഫറൻസിലാണ്. രാത്രി 11:30 പോലും ആൾ കർമ്മനിരതനായിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അദ്ദേഹത്തിന് ഇത്ര അനുഗ്രഹങ്ങളൊക്കെ ഏറെ സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ക്ലിൻ്റൺ പെരിഞ്ചേരി അച്ഛൻ, സാമൂഹ്യ സേവന രംഗത്തെ പ്രമുഖനും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉടമയുമായ ഡോക്ടർ ബേബി ചെമ്മണ്ണൂർ സാറേ, കൈക്കാരന്മാരെ, തിരുനാൾ കമ്മിറ്റി കൺവീനർ, വിവിധ കമ്മിറ്റി കൺവീനർമാരെ, കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ വിശുദ്ധ ലോനാമുത്തപ്പൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ട് തിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്താനാണ് ഇവിടെ എല്ലാവരും ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ തിരുനാൾ എത്രയും മനോഹരമാണ്. ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കണം, മനോഹരമാക്കണം. നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമുക്ക് ഉദ്ഘാടനമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായിയും കലാ സാംസ്കാരിക രംഗത്ത് അതിപ്രഗത്ഭനുമായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ ഉദ്ഘാടനത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഫാദർ ജോയ് പെരപ്പേടൻ, ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി, ഫാദർ ക്ലിൻ്റൺ പെരിഞ്ചേരി, യോഹന്നാൻ വടക്കേത്തല, മിസ്റ്റർ വർഗീസ് ആലപ്പാട്ട്, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, തീർച്ചയായിട്ടും തിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. പിന്നെ ഫാദേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് ആവേശമാണ്.
ഫാദേഴ്സ് സിസ്റ്റേഴ്സ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളൊക്കെ കല്യാണം കഴിച്ച് കുടുംബമായി സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഇതൊക്കെ ത്യജിച്ചുകൊണ്ട് വിവാഹ ജീവിതം ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് മക്കൾ അങ്ങനെയുള്ള കൺസെപ്റ്റിൽ മാറി നിന്നുകൊണ്ട് നമുക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ് ഫാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാറുണ്ട് ഫാദേഴ്സ് സിസ്റ്റേഴ്സ്. പിന്നെ ഇവിടെ വരാനുള്ള ഒരു പ്രത്യേക കാരണം തോമസ്, നമ്മുടെ ഫിജി കാട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഫിജി കാട്ടിലെ ലീഡറാണ് തോമസ് ആണ് എന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് ഫംഗ്ഷനുണ്ട്, ചില ഏരിയകളിലുള്ള സ്ഥലത്ത് പോവും, എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിക്കാറില്ല. ഇന്ന് ഒരു നിലയ്ക്കൊന്നും ഇവിടെ എത്തിപ്പെടാൻ സാധിക്കില്ലായിരുന്നു. കാരണം വണ്ടിയുടെ മുകളിലുണ്ട് അതിൻ്റെ ബ്രാൻഡിങ്, ഇന്നലെ ചെയ്തോളൂ. ഈ വണ്ടികളുടെ മുകളിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോഴിക്കോടിൽ ജോലിക്ക് പോയി, ഗൾഫിൽ പോണവർക്ക് അറിയാം, അവിടെ ഡ്രൈവറായാലും ശരി എന്തായാലും എല്ലാ പണിയും അറബികൾ എടുപ്പിക്കും എന്നുള്ളത്. അപ്പോൾ അവരുടെ അറബിയുടെ സുഖമില്ലാത്ത ഒരു കുട്ടിയുണ്ട്, ഭിന്നശേഷിക്കാരൻ, ശരീരം മൊത്തം തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കുട്ടിയെ കിടക്കുകയാണ്. ഈ 16-ാം തീയതി അബ്ദുൾ റഹീമിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. എൻ്റെ അറിവിൽ വന്നപ്പോൾ വളരെ വിഷമം തോന്നി. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അല്ലേ? എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിൻ്റെ വലിയൊരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് ഒരു 20 വർഷം മുമ്പ് കുവൈറ്റിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാർട്ട്ണർ എന്നെ അത്യാവശ്യം പറ്റിക്കും. ഞാൻ 6 മാസത്തിൽ ആണ് ഗൾഫിൽ പോവുക. പാർട്ട്ണർ എല്ലാ ദിവസവും അവിടെ ഉണ്ട്. ആളുടെ മെയിൻ ബിസിനസ് അതാണ്, എൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ ഈ കള്ളക്കണക്കും പലതും പിടിക്കപ്പെടുമ്പോൾ ഉള്ള വർത്താനം അത് ഇതൊക്കെ ആയിട്ട് തെറ്റി പാർട്ട്ണറായിട്ട്. അങ്ങനെ പോലീസ് ഇൻഫ്ലുവൻസിൽ ഒരു കള്ളപ്പരാതി കൊടുക്കുകയും എന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വെക്കുകയും ചെയ്തു. അപ്പം നമ്മളൊരു കുറ്റം ചെയ്തിട്ടാ പോണെങ്കിൽ നമുക്ക് കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. ഇത് നിരപരാധിയായി ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ എൻ്റെ വിഷമം ഭയങ്കരമായിരുന്നു, കുറ്റം ചെയ്യാതെ. അപ്പോൾ 18 വർഷം ജയിലിൽ കിടന്ന് തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു നിരപരാധിയുടെ ഒരു അവസ്ഥ അല്ലേ, ചിന്തിക്കാവുന്നതാണ്. അത് അനുഭവമുള്ളത്. അപ്പോൾ അതെനിക്ക് എന്തോ ഏറ്റെടുക്കണമെന്ന് തോന്നി. അങ്ങനെ 34 കോടി രൂപ കൊടുത്താൽ, ബ്ലഡ് മണി കൊടുത്താൽ, ഈ ഗൾഫിലൊക്കെ അറിയുന്നവർക്കറിയാം, അവരുടെ കുടുംബം ക്ഷമിക്കുകയാണെങ്കിൽ ാണ് വിശുദ്ധ ലോന മുത്തപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടെ നാളെ ഇത് തുടങ്ങാൻ ഉള്ള ഒരു ഉഗ്രം തുടക്കത്തിന് കാരണമായ തോമസിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. പിന്നെ ഇവിടെയുള്ള വലിയ ടീമുണ്ട്, ഫിനാൻസും കൈക്കാരും എല്ലാവരും അടങ്ങുന്ന വലിയൊരു ടീമാണ്. ഇത്രയും 1600 വർഷം പഴക്കമുള്ള ഇടവകയാണ്, ചെറിയൊരു കാര്യമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഹെറിറ്റേജ് ആൻഡ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് ദെയർ. ശരിക്ക് ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രം ആവേണ്ടതാണ് ശരിക്ക്. ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെ ആവുമായിരിക്കും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ വരാൻ സാധിച്ചതിലും എന്നെ ക്ഷണിച്ചതിലും എല്ലാവരെയും കണ്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കറിയാം കുർബാനയും കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകാൻ ഒക്കെ ഇരിക്കുക. ഞാനും കഴിച്ചിട്ടില്ല, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും വിശക്കുന്ന നേരത്തെ അധികം ഈ പ്രസംഗിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവരും പെരുന്നാളൊക്കെ വരില്ലേ, സന്തോഷത്തിൽ ജീവിക്കാൻ ഇടയാകട്ടെ. ഈ സന്തോഷം എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത്, ഓടി നടക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ സന്തോഷത്തിന് വേണ്ടി. അൾട്ടിമേറ്റ് എയിം ഈസ് ഹാപ്പിനെസ് അല്ലേ, സന്തോഷത്തിന് വേണ്ടിയാണ് എല്ലാവരും ഓടുന്നത്. അപ്പോൾ ആ സന്തോഷം ലഭിക്കണമെങ്കിൽ ശരിയായ അറിവ് ഉണ്ടാകുക എന്നത് മാത്രമാണ്. ബാക്കിയൊക്കെ ലിമിറ്റഡാണ്, നമ്മുടെ പ്രവർത്തനം, ബുദ്ധി, അത് ഇതൊക്കെ ലിമിറ്റഡാണ്. ശരിയായ അറിവ്, വാട്ട് ഈസ് ദ റൈറ്റ് നോളജ്,
ആ നോളജ് വി ജസ്റ്റ് ബോൺ ടു ഡൈ, നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്നും എല്ലാ വലിയവരും ചെറിയവരൊക്കെ ഒരു ദിവസം മരിച്ചു പോകുമെന്നും ജനനം എപ്പോൾ, കുട്ടി ആണാണോ പെണ്ണാണോ, മരണം എപ്പോൾ, ജനനത്തിനും മരണത്തിനും ഇടയിൽ ആര് എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടും, ഇതൊന്നും നമുക്കറിയില്ല. ഇന്നിവിടെ രാവിലെ എത്തുന്നു ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക, സംഭവാമി യുഗേ യുഗേ, സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല, എല്ലാം സമയത്ത് നടന്നുകൊള്ളും എന്ന അറിവാണ്. അപ്പോൾ എല്ലാം വേണ്ട സമയത്ത് നടന്നുകൊള്ളും. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അതേ സമയത്ത് നടക്കും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അതാണ് ശരിയായ അറിവ്. സന്തോഷിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നടക്കണം എന്ന് വിചാരിച്ചാൽ തെറ്റാണ്. അത് ശരിയായ ഒരു അറിവല്ല. ശരിയായ സമയത്ത് വേണ്ട കാര്യങ്ങൾ നടക്കും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഒരു കയറ്റമിറക്കമാണ് ജീവിതം. ഇന്നിപ്പോൾ രാവിലെയാണ്, രാത്രിയാവും. മഴക്കാലം, വേനൽക്കാലം, സുനാമി, അങ്ങനെ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ, ഏറ്റക്കുറച്ചിലുകളാണ് പ്രകൃതി തന്നെക്കുറിച്ച്. അപ്പോൾ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ എന്നതുകൊണ്ട് ഒരു കയറ്റം, ഒരു ഇറക്കം, കയറ്റം, ഇറക്കം. കയറ്റം മാത്രമായ നമ്മളിവിടെ ഉണ്ടാവില്ല ഭൂമിയിൽ, അങ്ങ് കയറിപ്പോവും അല്ലേ. അപ്പോൾ കയറിയാൽ ഇറങ്ങണം. എന്നതുകൊണ്ട് ജനിച്ചാൽ മരിക്കണം, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്. ഇതാണ് ഡിസൈൻ, പ്രകൃതിയുടെ ഡിസൈൻ എന്ന് മനസ്സിലാക്കിയാൽ, നമ്മളെ മനസ്സിലാക്കുമ്പോൾ സുഖം മാത്രമല്ല ദുഃഖമുണ്ടെങ്കിലേ സുഖമുണ്ടാവുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ആ അറിവിലൂടെ നമ്മൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അത് തുറന്ന് സ്വീകരിച്ചുകൊണ്ട്, പരാതികളില്ലാതെ, കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലതിനു വേണ്ടി കാത്തിരിക്കുക, പ്രവർത്തിക്കുക, നല്ല മനസ്സോടുകൂടെ, വിശ്വാസത്തോടുകൂടെ മുമ്പോട്ട് പോവുക. അപ്പോൾ ആ വിശ്വാസമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, തോമസ് പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച പുണ്യാളൻ വിളി കേൾക്കും എന്ന് പറഞ്ഞ പോലെ ശരിയായ സമയത്ത് നമുക്ക് പ്രവർത്തിച്ച് വേണ്ട നേരത്ത് വേണ്ടത് കിട്ടും. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വിഷമിക്കാതെ, പേടിച്ചോടാതെ, ധൈര്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുക. ആ ശക്തിയാണ്, ആ അറിവിലൂടെയാണ് ആ ശക്തി ലഭിക്കുക. മുന്നോട്ട് പോകുക, തളരാതെ, പരാജയങ്ങൾ വരുമ്പോൾ തളരാതെ, വീണ്ടും ശക്തിയോടെ കുതിച്ചെണീറ്റുകൊണ്ട് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, പലതും വിജയിക്കുന്നതായിട്ട് കാണാം. അതാണ് വെരി സിമ്പിൾ. ഈ നോളജാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ അറിവിലൂടെ ശക്തമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകൂ. എല്ലാവർക്കും വിജയം, സന്തോഷം ഉണ്ടാവട്ടെ, സന്തോഷത്തിൽ ജീവിക്കാൻ ഇടവരട്ടെ. ഈ പെരുന്നാള് മെയിലാണ്. പെരുന്നാൾക്ക് വിളിച്ചിട്ടില്ലെങ്കിലും ഈ വഴിക്ക്, ഞാൻ ഉദ്ഘാടനത്തിനെ വിളിച്ചിട്ടുള്ളൂ, പെരുന്നാൾക്ക് വിളിച്ചിട്ടില്ല. എന്നാൽ ഈ ഏരിയയിൽ ഉണ്ടെങ്കിൽ വരാം, ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ അപ്പം മുക്കി വൈനിലാണ് കൊടുക്കണേന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പവും വീഞ്ഞും ബാക്കി പെരുന്നാളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് വരുന്നതിന് കയറും. എല്ലാം ഇൻ അഡ്വാൻസ് വിഷ് യു എവറിബാഡി തിരുനാളൊക്കെ ആഘോഷിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ മുദ്രാവാക്യം, കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബാഡി, യുവർ ഓൺ ബോച്ചെ. സ്നേഹിച്ചുകൊണ്ട് ലോക ബോച്ചയ്ക്ക് ഇടവകയുടെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വികാരിച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, ജനറൽ കൺവീനർ, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനമായി നമ്മളിവിടെ നിൽക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരു ആശംസ ബോച്ചയ്ക്കാണ് നൽകാനായിട്ട് എനിക്ക് ആഗ്രഹം. തൻ്റേതായിട്ടുള്ള സമയവും കഴിവും സമ്പത്തും മറ്റുള്ളവർക്ക് വേണ്ടി നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. സമയവും കഴിവും സമ്പത്തും മറ്റൊരാൾക്ക് വേണ്ടി, എന്തിന്, സ്വന്തം സഹോദരന് വേണ്ടി പോലും ചിലവഴിക്കാൻ മടിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു ലോകത്ത് പരിചയമില്ലാത്തവരെ പോലും തൻ്റെ സമയവും കഴിവും സമ്പത്തും നൽകി സഹായിക്കുന്ന ബോച്ചയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഒപ്പം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ചാരിറ്റി പ്രവർത്തനവും ഇനി ആരംഭിക്കുന്ന എല്ലാവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും വികാരി ക്ലീൻ വെച്ചാൽ നമ്മളിലേക്ക് ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ ബോബി ചെമ്മന്നൂർ എന്നുള്ള പേരിൽ, ഇപ്പോൾ ബോച്ച എന്നുള്ള പേരിൽ വന്നിട്ടുള്ള, ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ബോബി ചെമ്മന്നൂർ സാർ, വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, ഇടവക അംഗങ്ങൾ,
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2024 നമ്മുടെ പുണ്യവാളിൻ്റെ എല്ലാവിധ തിരുനാൾ ആശംസകളും ഈ വേദിയിൽ വെച്ച് നേരുകയാണ്. വെരി റെവറൻഡ് ഫാദർ ജോയ് തിരപ്പാടൻ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ലോനാമുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് 1600 പരം വർഷം പഴക്കമുള്ള നമ്മുടെ പള്ളിയുടെ ചരിത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ആഘോഷ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയങ്കരനായ ബോച്ചെ, നമ്മുടെ പ്രിയങ്കരനായ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റൺ പെരിഞ്ചേരി, ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി, കൈക്കാരന്മാരായ യോഹന്നാൻ മടക്കേത്തല, നിജോഷ് അക്കരക്കാരൻ, അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഇടവകക്കാരെ, ആഘോഷ കമ്മിറ്റി കൺവീനർമാരെ, ജോയിന്റ് കൺവീനർമാരെ, കമ്മിറ്റി അംഗങ്ങളെ, ഇന്ന് നമ്മളെല്ലാവരും പറപ്പുക്കര ഇടവകക്കാർ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒറ്റ വാക്കിൽ പറയുകയാണ്, നമ്മുടെ പ്രിയങ്കരനായ കൊച്ചച്ഛൻ, കൈക്കാരന്മാർ, നമുക്കിന്നിവിടെ സ്റ്റേജിൽ അനൗൺസ് ചെയ്യുന്ന ഫൈനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ഷാജു പുതുശ്ശേരി, നമ്മളുടെ മറ്റ് എല്ലാ കമ്മിറ്റിക്കാരും വളരെ തീക്ഷ്ണതയോടുകൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുകയാണ്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ തിരുനാളിൻ്റെ വിജയം. ഇതിനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കമ്മിറ്റിക്കാരെയും, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഇടവക്കാർ പലരും ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നു. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. permission.